ഹലോ ഗൈസ്, അപ്പോൾ എല്ലാവർക്കും ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം. അപ്പോൾ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് ബർത്ത്ഡേ സ്പെഷ്യലാണ്. ഇന്ന് ഡിസംബർ 31 ഈ കുട്ടിയുടെ പിറന്നാളാണ്. ഏറ്റവും വലിയ സന്തോഷം എന്ന് പറഞ്ഞാൽ ഈ കുട്ടിയുടെ അച്ഛനുണ്ട്, രതീഷേട്ടൻ വന്നിട്ടുണ്ട് കേട്ടോ പിറന്നാളിന്. അതുകൊണ്ട് ഭയങ്കര ത്രില്ലിലാണ് എന്ന് പറഞ്ഞാൽ ബർത്ത്ഡേ സെലിബ്രേഷൻ ചെയ്യാൻ വേണ്ടിയിട്ട് ഭയങ്കര സന്തോഷമൊക്കെ ഉണ്ടെന്ന് പറഞ്ഞാൽ എല്ലാവരും കൂടി ഉണ്ടാകുമ്പോഴാണ് ഒരു രസം നടന്നത്. അതുകൊണ്ട് ഇന്ന് ഭയങ്കര സന്തോഷത്തിലാട്ടോ. രാവിലെ തന്നെ മധുരമ്പലത്തിൽ പോയി ഞങ്ങളെല്ലാവരും കൂടി. രാവിലെ ഒരു ഏകദേശം ഒരു 6:30 ആകുമ്പോൾ തന്നെ നമ്മൾ ഇറങ്ങിയായിരുന്നു. തിരക്കൊന്നും ഉണ്ടായിട്ട. പിന്നെ കുറച്ച് ഫോട്ടോസൊക്കെ എടുത്ത് നമ്മൾ വന്നു. വലിയ രീതിയിൽ ബർത്ത്ഡേ സെലിബ്രേറ്റ് ചെയ്യുന്നില്ല. കഴിഞ്ഞ വർഷത്തെ ബർത്ത്ഡേ എന്ന് പറയുന്നത് ബഹ്റൈനിലായതുകൊണ്ട് തന്നെ ബഹ്റൈനിൽ നല്ല രീതിയിൽ തിരക്കിടയില്ലാതെ നമ്മൾ എൻജോയ് ചെയ്തതാണ്. ഞാൻ വീഡിയോസ് അന്ന് അപ്ലോഡ് ചെയ്തതാണ്. ഇപ്പോൾ എത്ര പെട്ടെന്ന് വർഷം കഴിയുന്നതെന്ന് തോന്നുന്നു. കാരണം എന്ന് പറഞ്ഞാൽ ഇന്നലെ മിനിഞ്ഞാന്ന് ആഘോഷിച്ച പോലെ ഉണ്ട് എല്ലാം. യൂട്ടിയുടെ 1-ാം പിറന്നാൾ, അപ്പോൾ 2-ാം പിറന്നാളുമായി പെട്ടെന്ന് ഇങ്ങനെ സമയം പോകുന്ന പോലെ ഫീൽ ആകുന്നുണ്ട് കേട്ടോ. എല്ലാവരും ഡെക്കറേഷൻ ചെയ്യാൻ വേണ്ടിയിട്ടുള്ള ബലൂൺ ഊതുന്ന തിരക്കിലാണ് എല്ലാവരും. ഞാൻ പിന്നെ കുറച്ച് വീഡിയോസൊക്കെ എടുത്തതുകൊണ്ട് തന്നെ ഞാൻ ഒന്നും ചെയ്തില്ല എന്ന് വിചാരിക്കരുത്, ഞാനും ചെയ്തതായിരുന്നു. പക്ഷേ വീഡിയോസ് എടുക്കുമ്പോൾ ഞാൻ ഒന്നും ചെയ്യുന്നില്ല എന്ന് എന്നോട് പരാതി പറഞ്ഞിട്ടോ. നീ വീഡിയോ മാത്രം എടുക്കുന്നത്, ഒന്നും ചെയ്യുന്നില്ല അങ്ങനെ പറയലുണ്ട്. അതുകൊണ്ട് ഞാൻ ഇതെടുത്ത് പറഞ്ഞത്. ഞാൻ വീഡിയോസ് എടുക്കുമ്പോൾ മാത്രമേ ഒന്നും ചെയ്യാതെ വെക്കുന്നത്, അല്ലാണ്ട് ചെയ്യുന്നുണ്ട് കേട്ടോ. ഞാൻ തന്നെ പ്ലാൻ ഇട്ടതാണ്. നമ്മൾ ബർത്ത്ഡേ എന്ന് പറയുന്നത് സിമ്പിളായിട്ടാണ് ആഘോഷിക്കുന്നത്. എന്ന് പറഞ്ഞാൽ ഇപ്പോൾ അറിയാം, ശബരിമല സീസണാണ്. അനിയനൊക്കെ മാല ഇട്ടിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ നമുക്ക് ഒരുപാട് പരിമിതിയുണ്ട് ഫുഡ് ഉണ്ടാക്കുന്നതിൽ. അതിലൊന്നും പരിമിതികളുണ്ട്. അതുകൊണ്ട് തന്നെ എന്ന് പറഞ്ഞാൽ കേക്ക് കട്ടിങ്ങിൽ മാത്രം ഒതുക്കി ഞങ്ങൾ. അപ്പോൾ കേക്ക് കട്ടിങ് നമ്മൾ ഡെക്കറേഷനിലൊക്കെ നല്ല രീതിയിൽ ചെയ്യാതെ ഞാൻ തന്നെ പ്ലാൻ ചെയ്തതാണ്. അതുകൊണ്ട് അതിൻ്റെ തിരക്കില്ല, ഫുൾ അതിൻ്റെ തിരക്കിലാണ്. അമ്പലത്തിൽ പോയിട്ട് വന്നതിന് ശേഷം അതിൻ്റെ തിരക്കില്ല. ആളുണ്ടാവും വീഡിയോ വിളിക്കുന്ന പോലെ. നല്ല ഫണ്ണായിരുന്നു ശരിക്കും പറഞ്ഞാൽ. ബലൂൺ ഊതുന്ന ആ സമയത്തൊക്കെ ഫണ്ണുണ്ടായിരുന്നു. ഒരു ഇച്ചിരി ബോറിങ് ഉണ്ടായിരുന്നെങ്കിലും പൊതുവേ നല്ല രസമായിരുന്നു ഈ മൊമെൻ്റൊക്കെ പറഞ്ഞാൽ. നമ്മളതായ ഐഡിയാസിലിട്ടോ ഡെക്കറേഷൻ ചെയ്തത്. അതുകൊണ്ടാണ് ആരും സഹായമൊന്നും ചോദിച്ചില്ല, ഞാനും ധന്യയും കൂടി ചെയ്തതാണ്. ബലൂൺ ഊതാനൊക്കെ ചെയ്തിട്ടുണ്ട് രതീഷേട്ടനും അമ്മയും, അതൊക്കെ അവരൊക്കെ സഹായിച്ചതാണ്. അല്ലാത്ത ഐഡിയാസൊക്കെ ഞങ്ങളതാണ്, എങ്ങനെ ചെയ്യണം എന്നൊക്കെ ഉള്ളതെല്ലാം ഞങ്ങൾ ഐഡിയാസായിരുന്നു. വലിയ രീതിയിൽ ആഘോഷിക്കുന്നില്ല നമ്മൾ പിറന്നാൾ എന്ന് പറഞ്ഞാൽ. അനിയനൊക്കെ വരാൻ പറ്റില്ല. അതുകൊണ്ട് അങ്ങനെ ചെറുങ്ങനെ സിമ്പിളായിട്ട് ആഘോഷിക്കാമെന്ന് വിചാരിച്ചു. എൻ്റെ വീട്ടിൽ നിന്ന് അമ്മയും പിള്ളേരും മാത്രമേ വിളിച്ചിട്ട്, വേറെ ആരും വിളിച്ചിട്ട്, ഇളമമാരൊന്നും ആരും വരുന്നില്ല കേട്ടോ. വരുന്നുണ്ടെങ്കിൽ കുറേ ആൾക്കാരുണ്ടാവും. അതുകൊണ്ട് നമ്മൾ ആരും വിളിച്ചിട്ട് സിമ്പിളായിട്ട് ആഘോഷിക്കാമെന്ന് വിചാരിച്ചു. പിന്നെ ഇന്ന് ക്ലബ്ബിൽ പരിപാടി ഉണ്ട്, നാളെ ന്യൂ ഇയറാണ്. ന്യൂ ഇയറിൻ്റെ പരിപാടി ഉണ്ട്. അതുകൊണ്ട് തന്നെ ക്ലബ്ബിലത്തെ കുറച്ച് ആൾക്കാരും പിന്നെ താഴത്തെ അമ്മായി ഇങ്ങനെ ആയിട്ട് ഞങ്ങൾ എൻജോയ് ചെയ്യാമെന്ന് വിചാരിച്ചേട്ടാ. പിന്നെ ഏകദേശം ഒരു 6 മണിയാകുമ്പോൾ നമ്മൾ കേക്ക് കട്ടിങ് തുടങ്ങിയതാണ്. ഇതുപോലെയായിരുന്നു, അടിപൊളിയായിരുന്നു. ശരിക്കും പറഞ്ഞാൽ സിമ്പിളായിരുന്നെങ്കിലും നല്ല രീതിയിൽ നമുക്ക് പിറന്നാൾ എൻജോയ് ചെയ്യാൻ പറ്റിയായിരുന്നു. പിന്നെ ക്ലബ്ബിൽ പരിപാടി ഉണ്ടായതുകൊണ്ട് കുറച്ചുകൂടി തിരക്കിട്ട് അത് കുറച്ച് മുഷിച്ചലായിരുന്നു. അല്ലാതെ പൊതുവെ അടിപൊളിയായിരുന്നു. ക്ലബ്ബിലത്തെ ആൾക്കാരൊക്കെ കൂടുമ്പോൾ നല്ല രീതി കുറേ ആൾക്കാരെ എന്ന രീതിയിലായിട്ടാണ്. അടിപൊളിയായിരുന്നു. പിള്ളേരൊക്കെ കുറേ ആളുണ്ടായിരുന്നു, എൻജോയ് ചെയ്തു. നല്ല ഈ കുട്ടിക്ക് ഇപ്പോൾ കേക്ക് കാണുമ്പോൾ കട്ട് ചെയ്യാനുള്ള കൊതിയാണ്. എന്ന് പറഞ്ഞാൽ ധന്യയുടെ പിറന്നാളിന് കേക്ക് കട്ടിങ് ചെയ്തതുകൊണ്ട് അവൾക്ക് കേക്ക് കട്ടിങ് പിറന്നാളെന്ന് പറയും. കേക്ക് കാണുമ്പോൾ ഹാപ്പി ബർത്ത്ഡേ എന്ന് പറയും കേട്ടോ. ഞങ്ങൾ കേക്ക് കട്ടിങ്ങൊക്കെ കഴിഞ്ഞ് നമ്മൾ ക്ലബ്ബിൽ പോയിട്ടാണ്. ക്ലബ്ബിലും കുറേ ആൾക്കാരുണ്ടായിരുന്നു, നാട്ടുകാരെല്ലാവരും ഉണ്ടായിരുന്നു. അവിടെ ഡാൻസും പാട്ടും. ന്യൂ ഇയർ എൻജോയ് ചെയ്തു. ന്യൂ ഇയറും ഞങ്ങൾ പിറന്നാളും എൻജോയ് ചെയ്തതുപോലെ തന്നെ ന്യൂ ഇയറും ഞങ്ങൾ എൻജോയ് ചെയ്തിട്ടുണ്ട്. കുറേ ആൾക്കാരുണ്ടായിട്ടാണ്. ഡാൻസ് ഉണ്ടായി, പാട്ടുണ്ടായി. നമ്മൾ ഡാൻസ് ചെയ്യാനുള്ള സെറ്റിലായിരുന്നു, പ്രാക്ടീസ് എല്ലാം ചെയ്തിട്ടുണ്ടായിരുന്നു. പക്ഷേ കളിച്ചിട്ടാണ് നമുക്ക് അതിനുള്ളൊരു അവസരം കിട്ടിയിട്ട് നമ്മൾ ഇവിടെ എത്തുമ്പോൾ കുറച്ച് ലേറ്റായി. അവസരം ഉണ്ടായി. പിന്നെ കുറേ ആൾക്കാരെ കാണുമ്പോൾ നമ്മൾ തെറ്റും അങ്ങനെ എന്തൊക്കെയോ ആയിട്ട് നല്ല രീതിയിൽ പ്രാക്ടീസ് ചെയ്യാത്തതിൻ്റെ ഒരു പ്രശ്നം ഉണ്ടായിരുന്നു. പിന്നെ പടക്കവും എല്ലാവരും നാട്ടുകാരൊക്കെ ഭയങ്കര എൻജോയ് ചെയ്തിന്. പിന്നെ ഈ കുട്ടി എല്ലാവരും ഡാൻസ് ചെയ്യുമ്പോൾ പെട്ടെന്ന് അവിടെ സ്റ്റേജിൽ പോയിട്ട് ഡാൻസ് കളിക്കുന്നത് അങ്ങനെയൊക്കെ ആയിട്ട് ഈ കുട്ടി ഫുൾ ആക്റ്റീവായിരുന്നു ഇന്ന്. പൊതുവെ അടിപൊളിയായിരുന്നു. നിങ്ങളൊക്കെ എങ്ങനെ ഉണ്ടായിരുന്നു? ന്യൂ ഇയറൊക്കെ എൻജോയ് ചെയ്തവർ കമൻറ്റ് ചെയ്യണം കേട്ടോ. പിന്നെ ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. ന്യൂ ഇയറും പിറന്നാളുമായിട്ട് ഞങ്ങളെ ഇന്നത്തെ ഡിസംബർ 31 അങ്ങനെ കഴിഞ്ഞു പോയി. നാളെ മുതൽ പുതിയൊരു വർഷമാണ് വരാൻ പോകുന്നത്. എങ്ങനെ ഉണ്ടാവും ആ വർഷം? എന്തെങ്കിലും മാറ്റമൊക്കെ നിങ്ങൾ തീരുമാനിച്ചിട്ടുണ്ടാവും ഓരോരുത്തരും അവരുടെ ലൈഫിൽ. അങ്ങനെ മാറ്റം തീരുമാനിക്കുന്നവരാണെങ്കിൽ കമൻറ്റ് ചെയ്യാം കേട്ടോ. ഞാൻ എന്തെങ്കിലും ചെറിയ മാറ്റം വരണമെന്ന് വിചാരിച്ചു, പക്ഷേ നാളെ നോക്കണം. ന്യൂ ഇയർ ആയിട്ട് മാറ്റം വരാൻ പറ്റുമോ എന്ന് എനിക്ക് അറിഞ്ഞൂടാ. പ്ലാൻ ചെയ്തിട്ടുണ്ട്, നടന്നു എന്നറിയാം. ന്യൂ ഇയറിൻ്റെ ലാസ്റ്റ് പാട്ട് DJ ഒക്കെ ഉണ്ടാകുമ്പോൾ എല്ലാവരും നല്ല രീതിയിൽ ഡാൻസ് കളിച്ചിരുന്നു കേട്ടോ. എനിക്കിത് മിസ്സായി എന്ന് പറഞ്ഞാൽ ഞാൻ ഉണ്ടായിട്ട് ഈ സമയത്ത്. പക്ഷേ പൊതുവെ അടിപൊളിയായിരുന്നു. ഇത്രയേ ഉള്ളൂ ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത്. ഇത്രയേ ഉള്ളൂ. നല്ല രീതിയിൽ വീഡിയോ എടുക്കാൻ പറ്റിയിട്ട് ഫുൾ ബിസി ആയതുകൊണ്ട് തന്നെ
അതുകൊണ്ടൊരു കുഞ്ഞു കുഞ്ഞു വീഡിയോസൊക്കെ സെറ്റാക്കി വെച്ചിട്ട് റെഡിയാക്കിയ വീഡിയോ ആണ് ഇതിന് അപ്ലോഡ് ചെയ്യുന്നത് എപ്പോഴെന്ന് പോലും എനിക്കറിയില്ല കേട്ടോ. കാരണം കുറച്ച് ബിസിയാണ് ഇപ്പോൾ, അതുകൊണ്ടാണ് കുറച്ച് വൈകുന്നത്. എന്തായാലും ഇന്നത്തെ ഡേ എന്ന് പറയുന്നത് പൊളിയായിരുന്നു. ബിസി കൂടുതലുണ്ടായിരുന്നെങ്കിൽ എൻജോയ് ചെയ്യാനുള്ള ഒരു മൊമെൻറ്റ് ഉണ്ടായിരുന്നു. അതുപോലെ അടിപൊളിയായിട്ട് പോയി. ഇനി നിങ്ങളെ ന്യൂ ഇയറും നിങ്ങളെ അഭിപ്രായമെല്ലാം കമൻറ്റ് ചെയ്യട്ടോ. പുതുതായി